കേരള പിക്സ് ചാനലിലേക്ക് സ്വാഗതം. കടമക്കുടിയുടെ ഗ്രാമീണ റോഡുകളിലൂടെയുള്ള ഒരു കാർ യാത്രയിൽ പിൻവശത്തെ ഗ്ലാസിലൂടെ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ. കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രം ആകാശദൂരം അകലെയാണ് കടമക്കുടി എന്ന ഗ്രാമം. എന്നാൽ ഇവിടെ എത്താൻ നമ്മൾക്ക് വരാപ്പുഴ വഴി ഏകദേശം 22 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. കൊച്ചിയുടെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ കായൽപ്പരപ്പുകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് സമൂഹം ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ നഗരത്തിന്റെ തിരക്കുകൾക്ക് വിട നൽകി മനോഹരമായ കടമക്കുടിയുടെ ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. കടമക്കുടിയിലെ റോഡുകൾ നല്ല നിലവാരമുള്ളതാണെങ്കിലും അവ പലയിടത്തും വളരെ ഇടുങ്ങിയതാണ്. അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നതുപോലെ ഒരു ബസ്സോ വലിയ വാഹനമോ എതിരെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ഗതാഗത കുരുക്കുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. കടമക്കുടിയിലേക്കുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. നഗരത്തിന്റെ കാഴ്ചകൾ മാറി പച്ചപ്പും വെള്ളക്കെട്ടുകളും നിറഞ്ഞ ഇടുങ്ങിയ റോഡുകളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭൂപ്രകൃതി മാറുന്നത് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ദ്വീപ സമൂഹത്തിലെ പ്രധാന ദ്വീപായ വലിയ കടമക്കുടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടമക്കുടി എത്തിയിരിക്കുന്നു. ഇവിടുത്തെ വായുവിന് നല്ല ശുദ്ധി തോന്നുന്നു. പക്ഷികളുടെ കളകളാരവവും വെള്ളത്തിന്റെ ഓളങ്ങളും മാത്രമാണ് ഇവിടുത്തെ നിശബ്ദതയെ ഭേദിക്കുന്നത്. കടമക്കുടിയുടെ ഭംഗിയും ആംബിയൻസും ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വെറുതെ ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങുക എന്നതാണ്. അല്ലെങ്കിൽ അതിലും നല്ലത് ഒരു നാടൻ വള്ളത്തിൽ ഈ ജലാശയത്തിലൂടെ യാത്ര ചെയ്യുന്നതാണ്. കുറച്ചുകൂടി സാഹസികത വേണമെങ്കിൽ സ്പീഡ് ബോട്ടും കയാക്കിങ്ങിനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഇതാണ് കടമക്കുടി വ്യൂ പോയിന്റ്. ഇവിടെ റോഡിന്റെ വശങ്ങളിലായി കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മഴ കഴിഞ്ഞ് ശാന്തമായ ഒരു വൈകുന്നേരമായതുകൊണ്ട് ഇപ്പോൾ അധികം വാഹനങ്ങളില്ല. എന്നാൽ വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും സ്ഥിതി ഇതായിരിക്കില്ല. ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാനും ഒരു പാർക്കിംഗ് സ്ഥലം കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ടൈൽ പാകിയ നടപ്പാതയുള്ള കടമക്കുടി വ്യൂ പോയിന്റിന്റെ റോഡിന്റെ ഒരു വശത്ത് ദൂരേക്ക് വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പൊക്കാളിപ്പാടങ്ങളും മറുവശത്ത് ഒരു മത്സ്യഫാം എന്ന് തോന്നിക്കുന്ന ഒരു ജലാശയവും കാണാം. ഇതാണ് കടമക്കുടിയുടെ യഥാർത്ഥ അനുഭവം. ഈ ശാന്തമായ കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ നാടിന്റെ തുടിപ്പുകൾ നമുക്ക് തൊട്ടറിയാം. ഈ പ്രദേശത്തിന്റെ പ്രധാന പാതകൾ ഈ കായലുകളാണ്. അത് ചിതറിക്കിടക്കുന്ന ദ്വീപുകളെയും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ വിശാലമായ ജലാശയങ്ങൾ മനോഹരം മാത്രമല്ല, അവ ഒരു സവിശേഷമായ ആവാസവ്യവസ്ഥയും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന ഉപജീവനമാർഗവുമാണ്. കേരളത്തിലെ പ്രശസ്തമായ പൊക്കാളിപ്പാടങ്ങളാണിത്.
ഈ പാടങ്ങൾ ചെമ്മീൻ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്നു. സുസ്ഥിരമായ പരമ്പരാഗതമായ മത്സ്യകൃഷിയുടെ ഒരു മികച്ച ഉദാഹരണമാണിത്. നമ്മളിപ്പോൾ കടമക്കുടി ലേക്ക് വ്യൂ പോയിന്റ് റോഡിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. ഒരു നല്ല പാർക്കിംഗ് സ്ഥലം കണ്ടെത്താനായി വാഹനം തിരിക്കുകയാണ്. ഈ യാത്രയിൽ ആലപ്പുഴയിലെ മനോഹരമായ കായൽ പ്രദേശമായ കുട്ടനാട്ടിലേക്കെത്തിയ ഒരു അനുഭവം നമുക്ക് തോന്നുന്നു. ഇത് കൊച്ചിയുടെ സ്വന്തം കുട്ടനാടാണെന്ന് നിസ്സംശയം പറയാം. ഇത് മൺസൂൺ കാലമായതിനാൽ ഇന്ന് ആകാശം മേഘാവൃതമാണ്. എന്നിരുന്നാലും വേനൽക്കാലത്തെ സൂര്യോദയങ്ങളിലും അസ്തമയങ്ങളിലുമാണ് കടമക്കുടി അതിന്റെ പൂർണ്ണ ശോഭയിൽ തിളങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ കഴിയുക. വാഹനം തിരിച്ചുള്ള ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം കടമക്കുടി ലേക്ക് വ്യൂ പോയിന്റ് റോഡിലെ ഈ മനോഹരമായ ദൃശ്യങ്ങൾക്കിടയിൽ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരിടം ഞങ്ങൾ കണ്ടെത്തി. ഇനി പുറത്തിറങ്ങി ഈ സായാഹ്നത്തിന്റെ ഭംഗി ആസ്വദിച്ച് കണ്ടൽക്കാടുകൾ നിറഞ്ഞ പൊക്കാളിപ്പാടങ്ങളിലൂടെ നടന്ന് ഈ പശ്ചാത്തലത്തിൽ കുറച്ച് ചിത്രങ്ങൾ എടുക്കാനുള്ള സമയമാണിത്. നിങ്ങൾ എവിടെ നോക്കിയാലും കണ്ടൽക്കാടുകളാണ്. ഈ സുപ്രധാന സസ്യങ്ങൾ നമ്മുടെ തീരങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരാണ്. വെള്ളം ശുദ്ധീകരിക്കുന്നു, കാർബൺ വലിച്ചെടുക്കുന്നു, കൂടാതെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് അഭയം നൽകുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ കടമക്കുടിയുടെ സൗന്ദര്യം മനസ്സു നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നുവിത്. തിരക്കുകളിൽ നിന്നുള്ള ഒരു മികച്ച മോചനം. ഞങ്ങൾ കടമക്കുടി ലേക്ക് വ്യൂ പോയിന്റ് റോഡിലൂടെ തിരികെ പോകുമ്പോൾ ആളുകൾ ഇപ്പോഴും വൈകുന്നേരം ആസ്വദിച്ച് തൈൽ പാകിയ നടപ്പാതയിലൂടെ നടക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇതുവരെ കണ്ടത് കടമക്കുടിയുടെ ആകർഷണീയതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇവിടെ കാണാനും അനുഭവിക്കാനും ഒരുപാടുണ്ട്. ശാന്തമായ കായലിലൂടെ നിങ്ങൾക്ക് കയാക്കിംഗ് ചെയ്യാം, പക്ഷി നിരീക്ഷണം ആസ്വദിക്കാം. പ്രത്യേകിച്ചും അതിരാവിലെ കൊറ്റികളെയും മുണ്ടികളെയും പോലുള്ള പക്ഷികളെ കാണാൻ സാധിക്കും. നെൽവയലുകളിലൂടെയും കണ്ടൽക്കാടുകൾക്കരികിലൂടെയുമുള്ള സൈക്കിൾ സവാരി മനോഹരമായ കാഴ്ചകൾ നൽകും. കൂടാതെ ഫ്രഷ് സീഫുഡ് മുതൽ പരമ്പരാഗത കേരള വിഭവങ്ങൾ വരെ, പ്രത്യേകിച്ചും പ്രശസ്തമായ കടമക്കുടി കള്ളുഷാപ്പിലെ രുചികൾ ആസ്വദിക്കാനും മറക്കരുത്. കൂടുതൽ ആഴത്തിലുള്ള അനുഭവത്തിനായി പച്ചപ്പ് നിറഞ്ഞ കായലുകളിലൂടെ ശാന്തമായ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്ന ബാക്ക് വാട്ടർ ക്രൂസുകളുണ്ട്. അര ദിവസത്തെ ഇക്കോ ടൂറുകൾ മുതൽ മനോഹരമായ സൂര്യാസ്തമയ യാത്രകൾ വരെ. അതിനാൽ നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുമായി വീണ്ടും ഒന്നിക്കാൻ ഒരിടം തേടുകയാണെങ്കിൽ കടമക്കുടി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആത്മാവിന് കുളിർമയേകുന്ന കേരള കായലുകളുടെ കാലാതീതമായ സൗന്ദര്യത്തിലേക്ക് ഒരെത്തിനോട്ടം നൽകുന്ന ഒരിടമാണിത്.
കടമക്കുടിയിലൂടെയുള്ള ഈ മനോഹരമായ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ യാത്രകൾക്കായി കേരള പിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.